ഐ നോബഡി. പൃഥ്വിരാജും പാർവതിയും നായികനായകന്മാർ. സംവിധാനം റോഷാക്ക് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നിഫാൻ ബഷീർ സംവിധാനം ചെയ്യുന്ന ചിത്രം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു. തുടക്കമൊക്കെ ഗംഭീരമായി. തുടക്കം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായൊരു തുടക്കം, നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു തുടക്കമായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും അത് തന്നെ പറയാനുള്ളൊരു സാധ്യതയുള്ളൊരു തുടക്കം തന്നെയായിരുന്നു. അതിനുശേഷം വളരെ ഗംഭീരമായിട്ട് ആദ്യ പകുതി മുന്നോട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയോ രണ്ടാം പകുതിയിൽ നടക്കുമെന്നൊക്കെ നമ്മളെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് രണ്ടാം പകുതി കൊണ്ടൊന്ന് കുളമാക്കുന്നതാണ് പിന്നെ കാണുന്നത്. ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പം പൃഥ്വിരാജുമായിട്ട് ബന്ധപ്പെട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. ഒരു ബാങ്ക് മോഷണവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് കഥ ഇങ്ങനെ വികസിച്ച് നമ്മളെ ത്രില്ലടിപ്പിച്ച് തന്നെയാണ് ആദ്യ പകുതി മുന്നോട്ട് പോകുന്നത്. എന്നാലും ആദ്യ പകുതിയിൽ ഇടയ്ക്കിടയ്ക്ക് ലാഗുണ്ടായി. കാരണം അതിൻ്റെ ദൈർഘ്യം ഇച്ചിരി കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോഴത്തേന് ആദ്യ പകുതിയിൽ നിന്ന് വ്യത്യസ്തമായ ആദ്യ പകുതിയിലെ സംവിധായകനാണോ രണ്ടാം പകുതി ചെയ്തതെന്ന് നിശ്ചയമാകുമാറാണ് രണ്ടാം പകുതിയിലേക്ക് കടന്നത്. ഇൻ്റർവ്യൂവിലൊരു സാധനം പറയുന്നുണ്ട്, ഗംഭീര സാധനമാണ്. അതുപോലെ ആദ്യ പകുതിയിലെ മേക്കിംഗ് ഒക്കെ ഗംഭീരമാണ്. അതുപോലെ സംഗീതം, എഡിറ്റിങ് ഇതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ രണ്ടാം പകുതിയിലായി പോയപ്പം രണ്ട് സിനിമയാണ് കാണുന്നത്. ആദ്യ പകുതിയിൽ നിന്ന് വ്യത്യസ്തമായി മേക്കിങ്ങും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അണിയറ പ്രവർത്തകരെല്ലാം രണ്ടാം പകുതി മാറിയോ എന്നൊക്കെ സംശയം ഉന്നയിക്കുമാറാണ് കഥ വികസിപ്പിച്ചത്. നമ്മളിങ്ങനെയുള്ള ഒരു കഥ പറയുമ്പോൾ ത്രില്ലിങ് സ്റ്റോറിയൊക്കെ പറയുമ്പോൾ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വേണം. പല ഇൻ്റർവ്യൂവിന് കൊണ്ടുവച്ചേക്കുന്ന സാധനം അത് ഗംഭീരമായിട്ടാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വളരെയധികം ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ് വരുമ്പം എന്തൊക്കെയോ സംഭവിക്കുന്നു, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയും നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഒരു അവിയൽ പരുവത്തിൽ കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ കാണുന്നത്. ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ ഈ കഥയൊക്കെ കേട്ടിട്ടുണ്ട്, പല കഥകളും വന്നിട്ടുണ്ട്. എന്നാലും ഈ കഥ, ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ കാണുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് നമ്മളെ ത്രില്ലടിപ്പിക്കുന്നൊരു സംഭവം വേണം. ഇതിലേക്ക് വരുന്ന ഒരു ഘടകമുണ്ട്, അതാണ് നമ്മളെ ത്രില്ലടിപ്പിക്കുന്നത്. അതിലേക്ക് കടന്നു കയറുന്നൊരു സംഭവം, ആ ത്രില്ലിലേക്ക് കൊണ്ടുവരാൻ രണ്ടാം പകുതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വിഷമത്തോടെ പറയാൻ പറ്റും. കാരണം ആദ്യ പകുതി പോലെ രണ്ടാം പകുതി വന്നിരുന്നെങ്കിലുണ്ടല്ലോ ഒരു ഗംഭീര സാധനം മലയാള സിനിമയ്ക്ക് കിട്ടിയാൽ. എന്തുകൊണ്ടോ ഏതായാലും സംവിധായകനോ അതിൻ്റെ നിർമ്മാതാക്കളോ ഒന്നും മോശമാകുന്ന രീതിയിൽ എടുക്കത്തില്ലല്ലോ. എന്തൊക്കെ ഒരു പാളിച്ചകൾ രണ്ടാം പകുതി പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണിത്. അതുപോലെ ഇതിനകത്ത് നായകന്മാർ പാർവതി ആയാലും പൃഥ്വിരാജായാലും ഗംഭീരമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർവതിയെ നമ്മൾ എടുത്തു പറയണം. പാർവതി തൻ്റെ കഥാപാത്രത്തിന് ചേർന്ന് തന്നെ പാർവതി മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഹക്കീം നമ്മൾ എടുത്തു പറയേണ്ട, അശോകൻ, ഇവരൊക്കെ ഇവരുടേതായ കഥാപാത്രങ്ങൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപിടി താരങ്ങൾ ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. എനിക്ക് മിക്കവാറും ആരുടെയെങ്കിലും പേരറിയില്ല. നമുക്കറിയാവുന്നത് വിജയരാഘവൻ, പിന്നെ ശങ്കർ രാമകൃഷ്ണൻ, നിഷാന്ത് സാഗർ, നന്ദു, മധുബാല്, ഇവരൊക്കെ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. എല്ലാവരും ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. ഒത്തിരി നിരവധി കഥാപാത്രങ്ങളുണ്ട്. ക്ലൈമാക്സൊക്കെ തീർത്തു എന്ന് തന്നെ പറയാം. ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയോ ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് വെച്ചു. ഒരു ത്രില്ലടിപ്പിക്കുന്ന സാധനങ്ങളൊന്നും ക്ലൈമാക്സിൽ പോലും എത്തിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നുന്നത്. എന്നാലും ഞാനിത് പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ തിയേറ്ററിൽ പോയി ചിത്രം കാണുക, നിശ്ചയമായിട്ട് പോയി കാണണം. ഓരോരുത്തരുടെ അഭിപ്രായം വ്യത്യസ്തമല്ലേ. പോയി കാണുക. നീ കണ്ടവരുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതൊക്കെ തന്നെയാണ് നോബഡി എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഞാനത് പറഞ്ഞ പോലെ കാണാത്തവർ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണുക, ചിത്രം വൻ വിജയമാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.